Hello guys, welcome back to my channel Journey Through Abi. ഈ ഓവറോൾ സെക്ഷൻ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ആദ്യത്തെ കുറച്ച് വീഡിയോസ് ഒരു 25-30 വീഡിയോസോളം ജസ്റ്റ് ഫണ്ടമെൻറ്റൽസ് മാത്രം പഠിപ്പിക്കുക എന്നുള്ളത് വെച്ചിട്ടാണ്. അതിൽ എന്താ പറയുക, ഒരു ഇൻ്റർഫേസും ഒരു ഇതൊന്നും ബിൽഡ് ചെയ്യുന്നില്ല. ജസ്റ്റ് ഫണ്ടമെൻറ്റൽസ് ലൈക്ക് അറേ, ഓപ്പറേറ്റേഴ്സ്, ഈഫൽസ്, ഡാറ്റ ടൈപ്പ്, ഫങ്ഷൻസ് എക്സെട്ര. ജസ്റ്റ് ഫണ്ടമെൻറ്റൽസ് മാത്രം പഠിച്ചിട്ട് മാത്രം ഒരു എന്താ പറയുക ഒരു ഇൻ്റർഫേസ് ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് എല്ലാം ഓവറോൾ ജസ്റ്റ് ഒരു ഫണ്ടമെൻ്റൽ പഠിപ്പിക്കുന്ന ഒരു സെക്ഷൻ മാത്രമായിരിക്കും. സോ എല്ലാവരും കാണാം. ഓക്കെ, എന്നാൽ നമുക്ക് ജസ്റ്റ് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത് ഹലോ വേൾഡ്. ഹലോ വേൾഡിനെ പറ്റി എല്ലാവരും കേട്ടിട്ടുണ്ട്. ഏതൊരു പ്രോഗ്രാംസ് ഫസ്റ്റ് പ്രോഗ്രാമിംഗ് എൻ്റർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്തൊരു പ്രോഗ്രാമാണ് ഹലോ വേൾഡ് എന്നുള്ളത്. അതുപോലെ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് ഹലോ വേൾഡ് വെച്ച് തന്നെ തുടങ്ങാം. നിങ്ങൾക്ക് മറ്റുള്ള പ്രോഗ്രാമൊക്കെ അല്ലെങ്കിൽ ആദ്യമേ പഠിച്ചവർക്കും അറിയാം ഹലോ വേൾഡ് എന്താണ്. ജസ്റ്റ് പ്രിൻറ്റ് ചെയ്യുക, ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് പ്രോഗ്രാം പഠിക്കുന്നവർ എന്നാലും നമ്മൾ നടക്കാൻ പഠിക്കുന്നവരല്ല, അതുപോലെ പ്രോഗ്രാമിലേക്ക് എൻ്റർ ചെയ്യാൻ പഠിക്കുന്നവരാണ് ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യുക. പണ്ടുള്ള എല്ലാ പ്രോഗ്രാമും വന്നിട്ടുണ്ടാകും. കാരണം ഫസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് ഔട്ട്പുട്ട് കാണുന്നത് ഒരു ഹലോ വേൾഡ് എന്നായിരിക്കും. സോ നമുക്കത് തന്നെ സ്റ്റാർട്ട് ചെയ്യാം, ഹലോ വേൾഡ് തന്നെ. അതിന് ഫസ്റ്റ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രൗസർ എടുക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക VS കോഡിലോ അങ്ങനത്തെ ഒന്നിനോ എല്ലാം ചെയ്യാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് നോക്കുന്നത് ക്രോം ഡെവലപ്പർ ടൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് മാത്രം VS കോഡിലേക്ക് പോവുക. ആദ്യം ജസ്റ്റ് എന്താണ് ബേസിക്സ് ഒക്കെ നോക്കണ്ട. നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ ഇട്ടിട്ട് VS കോഡിൽ ചെയ്ത് പഠിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഇതിൽ നോക്കാം. 3 വേസിൽ ഡെവലപ്പർ ടൂൾ ഓപ്പൺ ആക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് വേ എന്ന് വെച്ചാൽ Ctrl+Shift+J ഞെക്കിയാൽ ഡയറക്റ്റ് കൺസോൾ എന്ന് പറഞ്ഞാൽ കൺസോൾ എന്ന് പറഞ്ഞാൽ സംഭവം ഓപ്പൺ ആയി വരും. കൺസോൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒരു എൻവയോൺമെൻറ്റ് മാത്രം, ഒരു കോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെൻറ്റ്, VS കോഡ് പോലത്തെ ഒരു എൻവയോൺമെൻറ്റ് അത് ക്രോം ഡെവലപ്പ് ചെയ്ത് തരുന്നത്. ഓക്കെ, അത് ഓപ്പൺ ചെയ്യും. ഈ കൺസോൾ ഓപ്പൺ ചെയ്യേണ്ട ട്രിക്സ് ആണ് പറയുന്നത് Ctrl+Shift+J. അതല്ലെങ്കിൽ വേറൊരു വേ എന്ന് വെച്ചാൽ നമ്മൾ ഈ ടോപ്പിലെ 3 ബട്ടൺസ് വെക്കുക. ദെൻ താഴോട്ടൊക്കെ സ്ക്രോൾ ചെയ്താൽ മോർ ടൂൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. മോർ ടൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ നോക്കി ഡെവലപ്പർ ടൂൾ കാണാം, അത് കേൾക്കും. എന്നാലും കൺസോൾ ഓപ്പൺ ആയി വരും. പിന്നെ മോസ്റ്റ് കോമൺലി വേ എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഇൻസ്പെക്റ്റ് നിൽക്കുക. ദെൻ ഇത് കുറച്ച് ഇങ്ങോട്ടാക്കിയാൽ ഇത് കണ്ടോ, ഈ ഒരു സംഭവം നിൽക്കുക, കൺസോൾ വെച്ചിട്ടുണ്ടാകും. കൺസോൾ നോക്കുക. ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ വെച്ചിട്ട് ഒരു ഹലോ വേൾഡ് പ്രിൻറ്റ് ചെയ്യിപ്പിക്കുക. ഏതൊക്കെ ഒരു ഫംഗ്ഷൻ വെച്ചിട്ട് മാത്രം നമുക്ക് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ചില പ്രോഗ്രാം പ്രിൻ്റ് എല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ട്. C++ൽ C ഔട്ട് ഉണ്ട്. അങ്ങനെ ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. ഇതിലും ഒരുപാടുണ്ട്. ഞാനിപ്പോൾ അലേർട്ട് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഫംഗ്ഷൻ എന്താ, അലേർട്ട് എന്താണെന്നൊക്കെ നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒരു ജാവാസ്ക്രിപ്റ്റ് ഒരു ഫംഗ്ഷനാണ് അലേർട്ട്, അത് മാത്രം മനസ്സിലാക്കാം. ജസ്റ്റ് അലേർട്ട് ടൈപ്പ് ചെയ്യുക, ദെൻ റൗണ്ട് ബ്രാക്കറ്റ് ഇടുക, ദെൻ സിംഗിൾ കോട്ടോ ഡബിൾ കോട്ട്സിനുള്ളിൽ ദ ഹലോ സ്പേസ് വേൾഡ് സിംഗിൾ കോട്ട് ക്ലോസ് ചെയ്യുക, ദെൻ എൻ്റർ വയ്ക്കുക. ഈ എൻ്റർ വയ്ക്കിയാൽ എന്താ സംഭവിച്ചതാണ് ഹലോ വേൾഡ് എന്ന് വെച്ചാൽ ഒരു അലേർട്ട് ബോക്സിൻ്റെ ഉള്ളിൽ ഇതാ നമ്മൾ ചെയ്ത് എന്താണോ ടൈപ്പ് ചെയ്തത് ആ സംഭവം അലേർട്ട് ബോക്സിൽ വരുവേ ഇത് ഓക്കെ കൊടുക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോഗ്രാം, ജാവാസ്ക്രിപ്റ്റിലെ ഫസ്റ്റ് പ്രോഗ്രാം. എല്ലാവരും ഒന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്ന് പറഞ്ഞത് നമുക്ക് അടുത്തതെന്ന് വെച്ചാൽ ഒരു വേരിയബിൾ ഡിഫറെൻ്റ് ചെയ്യണം. വേരിയബിൾ എന്താ അതൊക്കെ ജസ്റ്റ് പറയും. ഇപ്പോൾ ജസ്റ്റ് നോക്കും, ഞാൻ പറഞ്ഞത് ലെസ് JS = അമേസിങ്. ഈ JS എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വേരിയബിളാണ് ഇത്. അമേസിങ് തന്നെ വാല്യൂ ഇൻസേർട്ട് ചെയ്ത് JSൻ്റെ അകത്ത് ഇപ്പോൾ അമേസിങ് എന്നല്ല എന്നിട്ടൊരു ചെക്ക് ചെയ്യുകയാണ് നമ്മളിപ്പോൾ. ഇഫ് JS = JS അമേസിങ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ജസ്റ്റ് എന്താ പറയുക. അങ്ങനെയാണെങ്കിൽ അലേർട്ടിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ഓക്കെ. ഇതിലെന്താ സംഭവിക്കുന്നത് വെച്ചാൽ JS എന്ന് പറഞ്ഞൊരു വേരിയബിൾ അമേസിങ് ആണ് ഇപ്പോൾ വാല്യൂല്ല. ആ വാല്യൂ ഈ JSൻ്റെ അകത്തുള്ളത് വാല്യൂ അമേസിങ് തന്നെയാണോ ചെക്ക് ചെയ്യാൻ, ഇഫ് ആണെങ്കിൽ ഇത് ചെക്ക് ചെയ്യാൻ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ അലേർട്ട് ബോക്സ്
ഇതാവും. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണെങ്കിൽ മാത്രമാണ് ഈ സംഭവം ചെയ്യും. അതൊക്കെ നമുക്ക് പഠിക്കാം. ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ ഉണ്ട്, അത് പഠിക്കാം. ജസ്റ്റ് ഒരു ആശയം ഞാൻ ഇപ്പോൾ ജസ്റ്റ് പറഞ്ഞു നോക്കാം. അലേർട്ട് ബോക്സ് ഇത് ഈ JSൻ്റെ അകത്തുള്ള വാല്യൂ അമേസിങ് ആണെങ്കിൽ ഈ ഒരു സംഭവം റൺ ചെയ്യും. ഇപ്പോൾ JSൻ്റെ അകത്തുള്ള വാല്യൂ എന്താ അമേസിങ് ആണ്. അപ്പം എന്ത് ചെയ്യണം? ഈ സംഭവം റൺ ചെയ്ത് ജാവാസ്ക്രിപ്റ്റ് ഈസ് ഫൺ എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്ത്. ഓക്കെ, ഇതാവും. നമുക്ക് JSൻ്റെ വാല്യൂ ഒന്ന് ചേഞ്ച് ആക്കി വെക്കാം. JS ഈക്വൽ ടു ബോറിംഗ് എന്നാക്കി വെക്കാം. ബോറിംഗ് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു സംഭവം ഒന്നും കൂടി കോപ്പി പേസ്റ്റ് ചെയ്യാം. ഇപ്പോൾ ഈ JSൻ്റെ വാല്യൂ ബോറിംഗ് എന്നാണ്. അപ്പോൾ ഈ JS എന്ന് പറഞ്ഞ ബോറിംഗ് ഈക്വൽ ടു അമേസിങ് ആണോ? തെറ്റല്ല എന്തായിട്ടും. അന്നേരം ഈ ജാവാസ്ക്രിപ്റ്റ് ഫണ്ട് എന്ന് പറഞ്ഞ സംഭവം എന്താ പറയുക റൺ ചെയ്യത്തില്ല. നമുക്ക് ജസ്റ്റ് നോക്കാം. എൻ്റർ അടിച്ച് നോക്കിയാൽ കണ്ട, എൻ്റർ അടിച്ച് ഇവിടെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. കാരണം എന്താ, ഇപ്പോൾ JSൻ്റെ വാല്യൂ ബോറിംഗ് എന്നായി മാറി. സോ ഇങ്ങനെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. പിന്നെ നടക്കുന്നത് നമുക്കിപ്പോൾ കോപ്പി പേസ്റ്റ് ചെയ്യുന്നില്ല. നേരത്തെ കണ്ടിട്ടില്ല, ഈ കോപ്പി പേസ്റ്റ് ഇങ്ങനെ എറോ കീ ഇല്ലേ, ടോപ്പിലെ എറോ ബോട്ടത്തിലെ എറോ നോക്കിയാൽ നമുക്കിങ്ങനെ ഇതിന് മുമ്പ് ടൈപ്പ് ചെയ്ത സംഭവങ്ങളൊക്കെ കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ഇത് ജസ്റ്റ് ഒരു കാൽക്കുലേറ്റർ പോലെ ഉപയോഗിക്കാം. 40 + 3 34 + 67 - 5. ഓൾറെഡി അതിൻ്റെ ആൻസർ അടിയിൽ ഇത് ഇവിടെ കാണിക്കുന്നുണ്ട്. അനുസരിച്ചാൽ അതിൻ്റെ ആൻസർ വരും. കാൽക്കുലേറ്റർ പോലെ നമുക്ക് ടൈപ്പ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ തന്നെയുള്ളൂ. ജസ്റ്റ് ബേസിക്സ് ആയിട്ടുള്ള ഹലോ വേൾഡ് പ്രോഗ്രാം പ്രിൻ്റ് ചെയ്യിപ്പിച്ചു, ഇത്രയാണ്. അത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്യുക, നോക്കുക. എന്തായാലും നിങ്ങളെ കുറച്ചും കൂടി എക്സസൈസ് ചെയ്യണം ഇതിൻ്റെ അത് തന്നെ. ഞാൻ ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഇത്തരത്തിലുള്ള വീഡിയോകൾ ദെൻ നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ദെൻ ബൈ.